പ്രചാരണം അതിന്റെ അന്തിമ കാഹളത്തിലേക്ക് നീങ്ങുകയാണ്. ഇരിങ്ങാലക്കുടയിൽ UDF, LDF മുന്നണികൾ പ്രചാരണ രംഗത്ത് ഓരോ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഇരിങ്ങാലക്കുടയുടെ വികസനത്തിനു വേണ്ടിയുള്ള പദ്ധതികൾ വോട്ടർമാർക്ക് മുന്നിൽ സമർപ്പിച്ചാണ് സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന. മീഡിയ ടൈം പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഇന്ന് ഇരിങ്ങാലക്കുട. നമസ്കാരം. ഭരതപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണത്രേ ഇരിങ്ങാലക്കുടയിലെ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം. രാജഭരണം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയ തൻ്റെ ജ്യേഷ്ഠനെ തിരികെ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോയ ഭരതന് എങ്ങനെ ഇരിങ്ങാലക്കുടയിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടായി? ചരിത്രവും ഐതിഹ്യങ്ങളും പലതാണ്. പക്ഷേ അധികാരമോഹമില്ലാത്തവരെ എന്നും വണങ്ങാനാണ് ഇരിങ്ങാലക്കുടക്കാർക്ക് എന്നും ഇഷ്ടം. അതുതന്നെയാണ് സ്ഥാനാർത്ഥികൾക്കും. പുറത്തുനിന്നും വന്നവരെയും അകത്തുള്ളവരെയും ഒരുപോലെ സ്വീകരിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുടയുടെ രാഷ്ട്രീയ മനസ്സ്. നാം പരിശോധിക്കുകയാണ് ഇരിങ്ങാലക്കുടയുടെ വിജയക്കുട ആര് ചൂടും. സ്വന്തമെന്ന് ഇടതു വലതുപക്ഷങ്ങൾ ഒരുപോലെ വിശ്വസിക്കുന്ന നിയമസഭാ മണ്ഡലം. കൂത്തും കൂടിയാട്ടവും ക്ഷേത്രകലകളും പശ്ചാത്തലമൊരുക്കുന്ന ഇരിങ്ങാലക്കുടയിൽ 3 മുന്നണികളും ആത്മവിശ്വാസത്തിൽ. കൃഷിക്കും വ്യവസായത്തിനും മണ്ഡലത്തിൽ ഒരുപോലെ പ്രാധാന്യം. 2001 വരെ UDFനെയും LDFനെയും മാറി മാറി പിന്തുണച്ച ഇരിങ്ങാലക്കുട UDFിലെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന് ഹാട്രിക് വിജയമാണ് നൽകിയിരുന്നത്. 2016, 2021 തെരഞ്ഞെടുപ്പുകളിൽ UDFനെ മണ്ഡലം കൈവിട്ടു. വ്യക്തിബന്ധങ്ങൾ മുതലാക്കി മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന വിശ്വാസത്തിലാണ് 7ാം വട്ടം ഉണ്ണിയാടൻ ഇപ്പോൾ കളത്തിലിറങ്ങുന്നത്. UDFിലെ അസ്വാരസ്യങ്ങളും യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്ത് വന്നതും ആശങ്കയാണ്. കേരള കോൺഗ്രസിൽ നിന്നും മണ്ഡലം ഏറ്റെടുക്കണമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം. മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. എന്നാൽ ഉണ്ണിയാടന് പകരക്കാരനില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാറിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിൻ്റെ വികസനമാണ് ഉണ്ണിയാടൻ പറയുന്ന വികസന മുഖമുദ്ര. ഇരിങ്ങാലക്കുടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഉണ്ണിയാടൻ. ഇടതിൻ്റെയോ വലതിൻ്റെയോ എന്ന് തീർച്ച പറയാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് നമ്മുടെ ഇരിങ്ങാലക്കുട. പക്ഷേ അത് 3 വട്ടം ഹാട്രിക് വിജയം നേടി പിടിച്ചു നിർത്തിയ ശ്രീ തോമസ് ഉണ്ണിയാടൻ കഴിഞ്ഞ 2 വട്ടം പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ ഇത്തവണ വീണ്ടും അദ്ദേഹം അംഗം കുറിക്കുകയാണ്. വിടാനുള്ള ഭാവമില്ലല്ലേ? എന്തിനാ വിടണ? ജനങ്ങളൊക്കെ നമ്മൾ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ വിടാനുള്ള കാര്യമുണ്ടോ? 2001-ലും 2006-ലും 2011-ലും ഈ മണ്ഡലത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാക്കി മാറ്റിയ ഒരു എളിയ സഹോദരനാണ് ഞാൻ. 2001 വരെ ഈ നിയോജകമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിജയ കേന്ദ്രമായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായമില്ലാതെ ആർക്കും വിജയിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ 2001-ൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ വിജയം കൈവരിച്ച നിയോജകമണ്ഡലമാക്കി ഈ നിയോജകമണ്ഡലത്തെ നമുക്ക് മാറ്റാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അവസാനിച്ചില്ല. 2006-ലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും ഇരിങ്ങാലക്കുട ഒരു വലിയ നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയെ കാത്തു സംരക്ഷിക്കുകയുണ്ടായി. ഒരു കോട്ട തീർത്തു ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഇരിങ്ങാലക്കുട. വീണ്ടും 2011-ൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച എളിയവനായി എനിക്ക് കിട്ടിയത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. ഒരാൾക്കും അത്ര ഭൂരിപക്ഷം ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നീട് ചില ചെറിയ കാരണങ്ങൾ പേരിൽ ഞാൻ കുറച്ച് വോട്ടിന് പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ടപ്പോഴും ഈ തൃശ്ശൂർ ജില്ലയിലെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ പരാജയമായിരുന്നു അത്. ഇത്തവണ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലും കേരളത്തിലെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ്. ആ തരംഗത്തിൽ ഇടതുപക്ഷ കോട്ടകൾ തകരും. ഐക്യജനാധിപത്യ മുന്നണി വലിയ നില വിജയിക്കും. ഇരിങ്ങാലക്കുട 2011-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് കോട്ടയൊന്നും ആയിട്ടില്ല. എങ്കിലും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികൾ ഇവിടെ നിന്നുണ്ടായി. എങ്കിലും ഞാൻ പറയുന്നു, ഇത്തവണ ആ കഴിഞ്ഞ 2 തവണത്തെ പരാജയം മറികടന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. ഞാൻ ഈ നാട്ടിലും ഗ്രാമത്തിലും നഗരത്തിൽ പല ഭാഗങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ ആവേശഭരിതരായ ജനക്കൂട്ടത്തെയാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. എല്ലാവരുടെയും മനസ്സെന്ന് പറയുന്നു ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന്. അവരുടെ അഭിപ്രായങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അങ്ങനെ സാഹചര്യം നോക്കുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും. 2 അക്കത്തിൽ കൂടുതൽ, അതായത് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിക്കുന്ന സാഹചര്യം ഇരിങ്ങാലക്കുടയിൽ നിന്നുണ്ടാകും. കഴിഞ്ഞ തവണ തോമസ് ഉണ്ണിയാടനോട്
മത്സരിച്ച ബിന്ദു ടീച്ചർ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഒരേ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പിന്നെ നാട്ടുകാരനായ സന്തോഷ് ചെറാക്കുളവും ഉണ്ട്. ബിന്ദു ടീച്ചർ ഞങ്ങളോട് കുറച്ച് നേരത്തെ പറഞ്ഞത് അവർ നിരവധി വികസന പ്രവർത്തനങ്ങൾ, കാരണം അവർ വെറുമൊരു MLA മാത്രമല്ല മന്ത്രി കൂടിയായിരുന്നു. എങ്ങനെയാണ് അത്തരമൊരു അവകാശവാദങ്ങളെ, വികസനത്തിൻ്റെ അവകാശവാദങ്ങളെ തോമസ് ഉണ്ണിയാടൻ വിലയിരുത്തുന്നത് ഇരിങ്ങാലക്കുടയിൽ? എനിക്ക് ബിന്ദു ടീച്ചറുടെ എല്ലാ ബഹുമാനവുമുണ്ട്, ആദരവുമുണ്ട്. പക്ഷേ ബിന്ദു ടീച്ചർ ഒരു മന്ത്രി എന്ന നിലയിൽ പൂർണ്ണ പരാജയമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിനുണ്ടാക്കിയത്. കേരളത്തിലെ ഒരു സർവകലാശാലയിൽ പോലും വൈസ് ചാൻസലർ ഇല്ല. കേരളത്തിലെ പല ഗവൺമെൻറ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല. പരീക്ഷ എഴുതാത്ത ആൾ ജയിക്കുന്നു. ഡിഗ്രി പാസ്സാകാത്തവന് പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടുന്നു. റിസർച്ച് പേപ്പറിലൊക്കെ എല്ലാ വിഡ്ഢിത്തരങ്ങളും എഴുതി വയ്ക്കുന്ന ആളുകൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നു. ഇത്രമാത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ഒരു കാലഘട്ടം നമ്മൾ ഓർക്കുകയാണ്. എത്രയോ ബഹുമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. മുണ്ടശ്ശേരി മാഷെ പോലുള്ള, രാഷ്ട്രീയമല്ലല്ലോ ഞാൻ പറയുന്നത്, നല്ല വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെ പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുന്ന നാടാണ് കേരളം. സമ്പൂർണ്ണ സാക്ഷരതയുള്ള നാടാണ് കേരളം. ലോകത്തിലെ മറ്റ് നാടുകളേക്കാൾ പ്രാധാന്യമുള്ള മനുഷ്യ വിഭവശേഷിയുള്ള നാടാണ് കേരളം. ആ മനുഷ്യ വിഭവശേഷിയെ വേണ്ട തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്ന കാലഘട്ടത്തിലാണ്. ആ ഉന്നത വിദ്യാഭ്യാസം ശ്രേഷ്ഠകരമായി കൊടുക്കാൻ കഴിയാത്തൊരു മന്ത്രിക്ക് എങ്ങനെയാണ് ഒരു നിയോജകമണ്ഡലത്തിൽ MLA എന്നതിൽ വിജയിക്കാൻ പറ്റുക? അപ്പോൾ ആ വകുപ്പ് മുഴുവൻ താറുമാറാക്കിയ, ഒരു തരത്തിലും ഒരു മന്ത്രി എന്ന നിലയിൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ആ മന്ത്രിയെ വ്യക്തിപരമായി കുറ്റപ്പെടുത്തുകയല്ല, മന്ത്രിയുടെ പെർഫോമൻസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരു സഹോദരിയല്ലേ. അപ്പോൾ ആ നിലയിലുള്ള ഒരു പെർഫോമൻസ് എല്ലാ മേഖലയിലും വേണ്ടേ? ശരി. എൻ്റെ അടുത്ത ചോദ്യം, ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ നിന്നടക്കം ഒരു നേരിയ മാർജിനിൽ അദ്ദേഹം മുന്നിട്ട് നിന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഇതിൽ പ്രതിഫലിപ്പിക്കുന്നു എന്ന് കരുതുന്നു? അങ്ങ് ഇതിനു മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പൂർത്തിയാക്കിയില്ലായിരുന്നു. അതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ഫെയിലറായി. ഒരു MLA എന്നതിലും ഫെയിലറായി. ഒരു പുതിയ വികസനവും നല്ല വികസന പദ്ധതി കൊണ്ടുവന്നിട്ടില്ല. തോമസ് ഉണ്ണിയാടൻ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് കൈമാണി സാർ ധനകാര്യ മന്ത്രിയായപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഡാണ ചന്തക്കുന്ന് വികസനവും, ഈ കോർട്ട് കോംപ്ലക്സും, ഈ ജനറൽ ആശുപത്രിയും. ഇന്ന് ഇരിങ്ങാലക്കുടയിൽ തല ഉയർത്തി നിൽക്കുന്ന എല്ലാ വികസന കാര്യങ്ങളും ഐക്യജനാധിപത്യ കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യത്തിൻ്റെ പ്രതി എന്ന നിലയിൽ ഗവൺമെൻറ് സഹായത്തോട് ഞാൻ കൊണ്ടുവന്നതാണ്. അതിന് ചില തുടർച്ച മാത്രം നടത്തുന്നു, അതും പൂർത്തീകരിച്ചിട്ടില്ല. എന്നിട്ടും പറയുന്നു ഞാൻ വികസനം കൊണ്ടുവന്നു. ഒരു നല്ല വികസനം അടുത്ത് ആത്മാർത്ഥമായി ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് മനസ്സുണ്ടോ? ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ പോലും അവരുടേതാണെന്ന് ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ മാന്യതയില്ലാത്തൊരു കാര്യം ചെയ്യരുത് കേട്ടോ. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പരിഹസിക്കില്ലേ? അതൊട്ടും വേണ്ട. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ചോദിച്ച ഇപ്പോഴത്തെ ചോദ്യം, അതായത് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇവിടുന്ന് വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള നിയമമണ്ഡലത്തിൽ നിന്ന് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, ചെറിയ വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം ജയിച്ചു. പിന്നീട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതെല്ലാം പോയില്ലേ? ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ടോ എനിക്കറിയില്ല, ജനങ്ങൾ വിജയിച്ചിട്ടെ. ഇപ്പോൾ ജനങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു വിജയം നമ്മുടെ സുരേഷ് ഗോപിക്ക് കൊടുത്തതിൽ തൃപ്തരാണോ? എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇനി അങ്ങനെ ഒരു കാര്യം ഒന്നും ജനങ്ങൾ ചിന്തിക്കില്ല. ജനങ്ങളൊക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ 3 വട്ടം MLA ആയപ്പോഴും MLA അല്ലാതിരുന്ന സമയത്തും ജനങ്ങളോടൊപ്പം നിന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഞാൻ. MLA അല്ലാതിരുന്ന സമയത്തൊന്നും ഞാൻ ഇവിടുന്ന് പോയില്ല. ഞാനിവിടെ തന്നെയുണ്ട്, ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. ജനങ്ങളിടയിൽ ഞാൻ മാറിയൊന്നുമില്ല. ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ വീട് വെച്ച് കുടുംബസമേതം താമസിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഇതുള്ള MLA-മാരിലുണ്ടായിട്ടുള്ളൂ. എനിക്കറിയാമല്ലോ, ഒരാളും ഉണ്ടായിട്ടില്ല. എപ്പോൾ വേണേലും ആളുകൾക്ക് വന്ന് കാണാം. MLA ആയ സമയത്ത് എൻ്റെ ഓഫീസിൽ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിലായിരുന്നു ഓഫീസ് കെട്ടിടം. അവിടെ ആർക്ക് വരെ കാണാമായിരുന്നു, എപ്പോഴും കാണാമായിരുന്നു. ഞാനില്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് ഉണ്ടാവും. ഇനി അതിൽ രാത്രിയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വരാം. എപ്പോഴും ഞാൻ സമീപസ്ഥനായിരുന്നു. എല്ലാവരുടെയും കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഞാൻ രാഷ്ട്രീയമോ ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പാവപ്പെട്ടവനെന്നോ പണക്കാരെന്നോ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കുന്ന ഒരു സാധാരണ ആളായിട്ട് ഞാൻ എപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നു.
അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ തീർച്ചയായിട്ടും എന്നോട് എന്തെങ്കിലും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഉറച്ച ഈശ്വരവിശ്വാസിയാണ് ഞാൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ ഢാണ ചന്തക്കുന്ന് വികസനം, അതുപോലെ തന്നെ കോർട്ട് സമുച്ചയം, ഇതെല്ലാം ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ശ്രീ തോമസ് ഉണ്ണിയേടൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ച മാത്രമാണ് ബിന്ദു ടീച്ചർ ഒരു MLA എന്ന നിലയ്ക്ക് നടപ്പാക്കിയതെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഇനി അടുത്ത 5 കൊല്ലത്തേക്ക് ഒരു MLA ആയി ശ്രീ തോമസ് ഉണ്ണിയേടൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അങ്ങയുടെ തുടർച്ച? ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കിയ വികസന കാര്യങ്ങൾ ഇനി അത് മാത്രം പോരാ, അത് അന്നത്തെ കൺസെപ്റ്റായിരുന്നു. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് 50 വർഷം ഇവിടെ മുന്നിൽ കാണും. 50 വർഷത്തേക്ക് കൂടി നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ കേരളത്തിൽ ആദ്യമായി എല്ലാ കുട്ടികളെയും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുത്ത ഒരു നിയോജകമണ്ഡലമാക്കി ഇരിങ്ങാലക്കുടയെ മാറ്റി. ഇനി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യമില്ല, അവിടെ AI കൊടുക്കണം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ജനറൽ ആശുപത്രി കൊണ്ടുവന്നു, അപ്പോൾ ഇനി കൂടുതൽ മോഡേണായ സൗകര്യങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, മറ്റ് സാങ്കേതിക വിദ്യകൾ കൊണ്ടാകണം. അതുപോലെ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നു, ഒരു പല ഓഫീസുകൾ ഒരു ഓഫീസിന് കീഴിൽ കൊണ്ടുവന്നു. അവിടെ എന്തെങ്കിലും സൗകര്യം മെച്ചപ്പെടുത്തണം, അവിടെ ലിഫ്റ്റോ മറ്റു കാര്യങ്ങളോ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന പഴയ വികസനങ്ങൾ തന്നെ മാത്രം പോരാ, അതുമാത്രം ഇനി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പുതിയ മുന്നേറ്റത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ബൗദ്ധിക മേഖലയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടില്ലേ? എല്ലാം വലിയ മാറ്റം. ആ മാറ്റത്തിനനുസരിച്ച് മാറണം. ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് ഇരിങ്ങാലക്കുടയും മാറണം. അതിനനുസരിച്ചൊരു അപ്ഗ്രഡേഷൻ. ഡിജിറ്റൽ മേഖല നമുക്കറിയാം, ഒരു വിവരസാങ്കേതിക മേഖല വലിയ കുതിച്ചുചാട്ടം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ അവരാണ് പൂർണ്ണമായിട്ട് വിവരസാങ്കേതിക വിദ്യയിലേക്ക് മിടുക്കന്മാരായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ മുതിർന്ന തലമുറ അതിലേക്ക് വരണ്ടേ? ഇപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്ക് പോകണമെങ്കിൽ ഓഫീസിൽ പോകണ്ട, ഒരു മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഏത് ഫീസ് അടയ്ക്കാം, നമ്മുടെ ഭൂനികുതി അടയ്ക്കാം, ഇലക്ട്രിസിറ്റി ഫീസ് അടയ്ക്കാം, എന്ത് ബസ് വേണമെങ്കിൽ ബസ് ബുക്ക് ചെയ്യാം, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, ട്രെയിൻ ബുക്ക് ചെയ്യാം, എല്ലാം കഴിയും. പക്ഷേ ഇതൊരു മുതിർന്ന തലമുറയ്ക്ക് അറിയില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു അവരെയൊക്കെ അതിൽ സാക്ഷരരാക്കണം. തന്നെയല്ല, സാക്ഷരരാക്കിയ പോലെ അവർക്കൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാകണം. എല്ലാ കുടുംബത്തിനും സ്മാർട്ട് ഫോൺ ഉറപ്പാക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ആദ്യമായി ഞാൻ ഉണ്ടാകും. ഡിജിറ്റൽ ഇൻക്ലൂഷൻ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു കേരളത്തിലെ ആദ്യത്തെ നിയോജകമണ്ഡലമാക്കി ഇരിങ്ങാലക്കുടയെ മാറ്റും. സമ്പൂർണ്ണ ഡിജിറ്റൽ എല്ലാവരെയും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷ കേട്ടോ, സാധാരണക്കാരുടെ ചിഹ്നമാണ്. എൻ്റെ മനസ്സിലെ ആഗ്രഹമുണ്ട്, ഈ അംഗീകൃത ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെല്ലാം ആദ്യമായി ഞാനത് ഹൈടെക് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളാക്കി മാറ്റും. എൻ്റെ ചിഹ്നമാണ്. രക്തം വീർപ്പാക്കി പണിയെടുക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വിശ്രമിക്കട്ടെ, അവിടെ അവർ കാറ്റ് കൊള്ളട്ടെ, അവർ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യട്ടെ. എല്ലാ ചാർജ് ഞാൻ പറയാണ്ടിരിക്കുന്നു, ചാർജിങ് പോയിൻ്റ് അടക്കം കേരളത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കും. ഈ സാധാരണക്കാരെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും. അങ്ങനെ പുതിയ മാറ്റം ഉണ്ടാക്കും. പിന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ഈ മാളയിലൊക്കെയുള്ള എൻ്റെ സഹോദരങ്ങളാണല്ലോ. ഈ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ എന്തോരം ബസ് അപകടം ഉണ്ടാകും. ഞാൻ പറയും, ഇനി അമിതമായ വേഗതയിൽ വണ്ടി ഓടിക്കുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ എല്ലാം നടപടി സ്വീകരിക്കും. അതിനകത്ത് റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ടൈം റീഷെഡ്യൂൾ ചെയ്ത് നമ്മൾ ആ നിലയ്ക്കാണ്. ഈ ഒരു ജീവൻ പോലും ഈ റോഡിൽ പൊലിയാതിരിക്കാനുള്ള കർക്കശമായ നിലപാട് സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ, യുവാക്കൾ മയക്കുമരുന്നിന് വല്ലാതെ അടിമകളായിരിക്കുക. രക്ഷപ്പെടുത്തണ്ടേ? ശക്തമായ നടപടി അത് നിയമപരമായും നയപരമായും ഒക്കെ എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഈ മാറിയ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറി ചിന്തിക്കുന്ന, ഒരുപക്ഷെ പഴയ തലമുറയിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയേക്കാൾ വേഗത്തിൽ ചിന്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ശ്രീ തോമസ് ഉണ്ണിയേടൻ. എല്ലാ ഭാവങ്ങളും തരുന്നു. വീണ്ടും അങ്ങേക്ക് ഇരിങ്ങാലക്കുടയിൽ വിജയിക്കുമാറാകട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശിഷ്യസമ്പത്തും സഹപാഠികളും ബന്ധുബലവും 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും സിറ്റിംഗ് MLAയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന് കരുത്താകും. ഓരോ തെരഞ്ഞെടുപ്പിലും ലഭിക്കുന്ന മുന്നേറ്റം ഇക്കുറി ഉണ്ടാകുമെന്നാണ് LDF വിലയിരുത്തൽ. 2016 അപേക്ഷിച്ച് ഭൂരിപക്ഷം ഇരട്ടിയാക്കുമ്പോഴും 6000-ൽ താഴെ വോട്ടിനായിരുന്നു ബിന്ദുവിൻ്റെ വിജയം. പോരാട്ടം കടുപ്പമാകുമെന്നതിന് ഇതുതന്നെയാണ് തെളിവ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കേരളത്തിലും മണ്ഡലത്തിലും നടത്തിയ ഇടപെടലുകൾ വോട്ടായി മാറുമെന്നാണ് ടീച്ചറുടെ പ്രതീക്ഷ. ഇരിങ്ങാലക്കുടയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവാണ് നമ്മോടൊപ്പം ഉള്ളത്. ടീച്ചറെ കഴിഞ്ഞ തവണ നാട്ടുകാരിയായിട്ട് രംഗപ്രവേശം ചെയ്തു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ ഉള്ള ഇരിങ്ങാലക്കുട? ഇരിങ്ങാലക്കുട വലിയ വികസന മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനത്തിൻ്റെ വെളിച്ചം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടക്കാരുടെ വികസന സ്വപ്നങ്ങളുടെ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം. അത് മണ്ഡലത്തിൻ്റെ ഹൃദയഭൂമിയാണ്. അവിടെ ഗതാഗത കുരുക്കും ഒക്കെ ആയിട്ട് കാലങ്ങളായി ഒരേ നിലയായിരുന്നു ആ ജംഗ്ഷൻ. യാതൊരുവിധ വികസനവും അവിടെ നടന്നിരുന്നില്ല. അത് ബ്രിട്ടീഷുകാരുള്ള കാലം മുതൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 52 കോടി രൂപ ചെലവിലാണ് ഇപ്പോൾ ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം നമ്മൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത്. അതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ജനറൽ ഹോസ്പിറ്റൽ വികസനത്തിൻ്റെ പടവുകൾ അതിവേഗതയിൽ ഓടിക്കയറുകയാണ്. 20 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള 6 നിലകളുള്ള ആ പ്രധാന കെട്ടിടം ഔട്ട് പേഷ്യൻ്റ് വിഭാഗവും ഇൻപേഷ്യൻ്റ് വിഭാഗവും എല്ലാം പ്രവർത്തിക്കുന്ന നിലയിൽ ഇപ്പോൾ അവിടെ സജീവമാണ്. അതുപോലെ ഏറ്റവും ആധുനികമായ രോഗനിർണയ സങ്കേതങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ എല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട്. 10 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാവുന്ന ഡയാലിസിസ് സെൻറ്റർ 6 കോടി രൂപയാണ് സർക്കാർ അതിന് ചെലവിട്ടിട്ടുള്ളത്. അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്കിന് മുകളിൽ ഒരു പുതിയ നിലയുടെ നിർമ്മാണവും ആ ബ്ലോക്കിൻ്റെ നവീകരണവും 4.5 കോടി രൂപയാണ് അതിന് ചെലവഴിക്കുന്നത്. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഈ സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട്. ഒരു ജുഡീഷ്യൽ കോംപ്ലക്സ്, കോർട്ട് കോംപ്ലക്സ് 93 കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അത് പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇരിങ്ങാലക്കുടയുടെ വികസനത്തിൽ അത് വലിയ ഒരു കാൽവയ്പായിരിക്കും. ഹൈക്കോടതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജുഡീഷ്യൽ കോംപ്ലക്സ് ഇരിങ്ങാലക്കുടയിലായിരിക്കും. അതുപോലെ SP ഓഫീസിൻ്റെ പ്രവർത്തനം, റൂറൽ SP ആസ്ഥാനം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കാർഷിക പ്രാധാന്യമുള്ള ഗ്രാമപഞ്ചായത്തുകളാണ്. അതുകൊണ്ട് പച്ചക്കുട എന്ന പേരിൽ ഒരു സമഗ്ര കാർഷിക വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി. കർഷക സുഹൃത്തുക്കൾക്ക് ഒട്ടേറെ സഹായങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റി. കോടിക്കണക്കിന് രൂപയുടെ പാടശേഖരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടുള്ള പദ്ധതികൾ പച്ചക്കുടയിലൂടെ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പൊതുമരാമത്ത് റോഡുകളും ആധുനിക ബിറ്റ്മിൻ മെക്കാഡം ടാറിങ് ചെയ്ത് നവീകരിച്ചിട്ടുണ്ട്. എല്ലാ റോഡുകളും പൊതുമരാമത്തിൻ്റെ ചുമതലയിലുള്ള, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിലുള്ള എല്ലാ റോഡുകളും ഏറ്റവും ഭംഗിയായ നിലയിൽ നവീകരിച്ച് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാനായിട്ടുണ്ട്. വിദ്യാലയങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനും മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സ്കൂളുകൾ, അതുപോലെ എല്ലാ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും പുതിയ കെട്ടിടങ്ങളും പുതിയ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. MLA ഫണ്ട് ഉപയോഗിച്ച് പൂമംഗലം പഞ്ചായത്തിന് ഒരു ആസ്ഥാന മന്ദിരം തന്നെ നിർമ്മിക്കാൻ സാധിച്ചു. വിവിധ ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ഇരുട്ട് മൂടിക്കിടന്നിരുന്ന ഒരുപാട് ജംഗ്ഷനുകൾ ഈ ഹൈമാസ്റ്റ് ലൈറ്റുകളാൽ പ്രകാശമാനമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദിക്കിലും പല പല രീതിയിൽ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. MLA ഫണ്ടും മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടും ഉപയോഗിച്ച് ഗ്രാമീണ റോഡുകളും നല്ല നിലയിൽ നന്നാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അംഗനവാടികൾ ഏറ്റവും ശിശു സൗഹൃദപരമായ നിലയിൽ ചുമരിലൊക്കെ നല്ല ചിത്രങ്ങളും AC-യും ഒക്കെ ആയിട്ടുള്ള സ്മാർട്ട് അംഗനവാടികൾ മണ്ഡലത്തിൽ പണിതിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ തുടർച്ച നമുക്ക് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ഇന്നസെൻറ്റിൻ്റെയും ജയചന്ദ്രൻ്റെയും പേരിലുള്ള ഒരു സാംസ്കാരിക സമുച്ചയം, അത് ബജറ്റിൽ തുക വച്ചിട്ടുള്ളതാണ്. അത് ഉടനെ തന്നെ നമുക്ക് നിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കണം. അതുപോലെ കൊമ്പിടി ജംഗ്ഷൻ്റെ വികസനം 30 കോടി രൂപയാണ് അതിന് ഈ ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ബജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കുകയും ബന്ധപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് പ്ലാനിൻ്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുമ്പോൾ 30 കോടി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് ബജറ്റിൽ വച്ചിട്ടുണ്ട്.
പ്രാദേശിക വികസനത്തിൽ ടീച്ചർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇരിങ്ങാലക്കുടയെ സന്ദർശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് ചോദിക്കാനുള്ള ടീച്ചർ കഴിഞ്ഞ 5 കൊല്ലം ഉന്നത വിദ്യാഭ്യാസം കൂടി ടീച്ചറുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ടീച്ചർ നടപ്പാക്കിയ കാര്യങ്ങൾ അത് ഈ മണ്ഡലത്തിൽ എത്രത്തോളം ഗുണകരമാകും? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വിളിക്കാവുന്ന മാറ്റം, അതായത് അടിസ്ഥാനപരമായ മാറ്റം, സമഗ്രവും സമൂലവുമായ പരിവർത്തനമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിന് രൂപം നൽകി അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉതകുന്ന വിധത്തിലാണ് ഈ കരിക്കുലം പരിഷ്കരണം നടത്തിയിട്ടുള്ളത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ കഴിയുന്ന വിധത്തിൽ സ്കിൽ കോഴ്സുകൾക്ക് കൂടി ക്രെഡിറ്റ് നൽകിക്കൊണ്ടും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, അതായത് പ്രയോഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവൃത്യുന്മുഖ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ നൈപുണിയും കഴിവുകളും കർമ്മശേഷിയുമെല്ലാം വികസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയത്. ആ ഫ്രെയിംവർക്കിനെ ആധാരമാക്കി 4 ഇയർ UG പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് ലോഞ്ച് ചെയ്ത് ഗംഭീരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഏറെ സന്തുഷ്ടരാണ്. അവർക്ക് വലിയ സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും അനുവദിക്കുന്ന നിലയിലാണ് പുതിയ പരിഷ്കരണങ്ങൾ വന്നിട്ടുള്ളത്. വൈഡ് ചോയ്സ് അവർക്കുണ്ട്, വളരെ വിപുലമായ ചോയ്സ് അവർക്കുണ്ട്. അവരുടെ അഭിരുചിക്കൊത്ത വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ വലിയ ഓപ്ഷൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. അതായത് കണക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംഗീതം അതിൻ്റെ കൂടെ ഐച്ഛിക വിഷയമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സാധിക്കും. അങ്ങനെയുള്ള നിലയിലാണ് പുതിയ പരിഷ്കാരങ്ങൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് പഠനവേളയിൽ തന്നെ തൊഴിലാഭിമുഖ്യവും തൊഴിൽ പരിചയവും നൽകുക എന്നുള്ള ആശയം നടപ്പിൽ വരുത്താൻ സാധിച്ചു. ഏൺ വൈൽ യു ലേൺ എന്ന പദ്ധതി നടപ്പാക്കുകയാണ്. അതായത് പഠിക്കുമ്പോൾ തന്നെ അല്പം വരുമാനം ആർജിക്കാനും തൊഴിൽ പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന നിലയിലാണ് ഏൺ വൈൽ യു ലേൺ നടപ്പാക്കുന്നത്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കണക്ട്, കരിയർ ടു ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികളും ഈ കാലയളവിൽ നടപ്പാക്കിയവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലായിരിക്കുമ്പോൾ തന്നെ തൊഴിലവസരങ്ങളിലേക്ക് പോകാനുള്ള പരിശീലനം ഡിഗ്രി തലം മുതൽ ലഭിക്കുന്നു. അതോടൊപ്പം ഡിഗ്രി തലം ആദ്യഘട്ടം മുതൽ തന്നെ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ രീതിയിലാണ് പുതിയ കരിക്കുലം. ഒരു ഭാഗത്ത് തൊഴിൽ ആഭിമുഖ്യവും തൊഴിൽ പരിചയവും നൽകുന്നു, മറുഭാഗത്ത് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക്, ഗവേഷണ അഭിരുചി ഉള്ള വിദ്യാർത്ഥികൾക്ക് വലിയ പ്രോത്സാഹനം നൽകുക. പക്ഷേ ഒപ്പം തന്നെ വലിയൊരു വിമർശനം പ്രതിപക്ഷം പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ താറുമാറാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം നന്നായോ ചീത്തയായോ എന്ന് പരിശോധിക്കാൻ ഇവിടെ അംഗീകൃത ഏജൻസികളുണ്ടല്ലോ. ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലകളും കലാലയങ്ങളും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് NAAC അക്രഡിറ്റേഷനിൽ A++ ഉണ്ട്, MG യൂണിവേഴ്സിറ്റിക്ക് A++ ഉണ്ട്, കാലിക്കറ്റ് സർവകലാശാലയ്ക്കും കാലടി സർവകലാശാലയ്ക്കും കുസാറ്റിനും A+ ഉണ്ട്. A ഗ്രേഡിനും മുകളിൽ ഉള്ള 174 കലാലയങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. NIRF റാങ്കിങ്ങിലും ആദ്യ 300-ൽ 174 സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് 24.6% ഏറ്റവും മികച്ച കലാലയങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 5ഉം 6ഉം 11 സ്ഥാനങ്ങൾ കേരളത്തിലെ സർവകലാശാലകൾക്കാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ നേട്ടങ്ങളാണ്. വളരെ കൃത്യമായ നിലയിൽ വിവിധ സർവകലാശാലകളുടെ ഏകോപിത വേദി, ജോയിൻറ്റ് പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ ഇടപെട്ട് അക്കാദമിക കലണ്ടർ തയ്യാറാക്കി ആ കലണ്ടർ അനുസരിച്ച് കൃത്യമായിട്ട് പരീക്ഷകളും സമയബന്ധിതമായിട്ട് റിസൾട്ടും നൽകുന്ന രീതിയാണ് കഴിഞ്ഞ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. 3 വർഷങ്ങളിലും വളരെ കൃത്യമായിട്ട് പരീക്ഷ നടത്തുകയും റെക്കോർഡ് വേഗതയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി. മാത്രമല്ല
ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളും വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പസുകളിൽ നിന്ന് തന്നെ നൂതനാശയങ്ങൾ ഉയർന്നു വരികയാണ്. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം വരെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ട്. 6000 കോടി രൂപയാണ് ആദ്യത്തെ 4 വർഷം കൊണ്ട് ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല സൗകര്യങ്ങളുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാദമിക് ബ്ലോക്കുകളും വളരെ വിസ്താരമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും നവീന ലൈബ്രറികളും എല്ലാം നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള നമ്മുടെ ലാബ് കോംപ്ലക്സുകൾ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സാണ്. 1184 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ മാത്രം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ വളരെ സമീപ ഭാവിയിൽ കേരളം ഹയർ എഡ്യൂക്കേഷൻ്റെ ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറുമെന്ന് പറയുന്നത് 100% ആ ദിശയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 250 മുറികളോട് കൂടിയ അന്തർദേശീയ ഹോസ്റ്റലുകൾ എല്ലാ സർവകലാശാലകളിലും പണിതുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ട് എന്നുള്ളതാണ്. ഞാനിവിടേക്ക് തിരിച്ചു വരാം. കഴിഞ്ഞ തവണ ടീച്ചർക്കെതിരെ മത്സരിച്ച പ്രധാന മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഉണ്ടായ ഒരു സംഭവവികാസം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ സുരേഷ് ഗോപി BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങി ഇരിങ്ങാലക്കുട കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു മാർജിനും നേടി. ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം ബാധിക്കുമെന്നാണ് ടീച്ചർ കരുതുന്നത്? ഈ 2 പേരുടെ കാര്യത്തിൽ അത് വലിയ വെല്ലുവിളിയായിട്ടൊന്നും കാണുന്നില്ല. കഴിഞ്ഞ തവണ എതിരായിട്ട് മത്സരിച്ച ആൾ തന്നെയാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ 6-7 തവണയായി ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്നു. 3 തവണ MLA ആയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടു. വീണ്ടും അദ്ദേഹം തന്നെ മത്സരിക്കുന്നതിൽ കടുത്ത അസംതൃപ്തി UDFൽ തന്നെയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചെറുപ്പക്കാർക്കൊന്നും അവസരം കൊടുക്കാൻ തയ്യാറായില്ല എന്ന പരിഭവം അവർക്കുണ്ട്. UDFൻ്റെ ഘടകകക്ഷികൾ, അതായത് പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിലെ പല പ്രമുഖർക്കും അസംതൃപ്തിയുണ്ട്. തന്നെയല്ല, അത് വലിയ കാര്യമുള്ള വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം അത്രമേൽ വികസനം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം BJPയുടെ വിഷയമാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് നമുക്ക് സിനിമാ നടൻ കൂടിയാണ് അദ്ദേഹം. തന്നെയല്ല, ആ സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയ വളരെയധികം കാശ് ചെലവാക്കി അദ്ദേഹം ബൂസ്റ്റ് ചെയ്തെടുത്ത ആ പ്രതിച്ഛായ, അതിൻ്റെ തകർച്ചയാണ് പിന്നീട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊന്നും വലിയ കാര്യമല്ല. ഇനി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലായാലും തുടർന്ന് വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഇടതുപക്ഷത്തിന് നല്ല മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ വോട്ടുകൾ ലഭിച്ചിട്ടില്ല ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ. അപ്പോൾ എന്താണ് ടീച്ചർ അവസാനമായിട്ട് ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി ഇനി അടുത്ത 5 കൊല്ലത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അടുത്ത 5 വർഷത്തിനുള്ളിൽ യശശരീരരായിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെയും ജയചന്ദ്രൻ്റെയും അനുസ്മരണാർത്ഥം നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ അനുവദിച്ചിട്ടുള്ള സാംസ്കാരിക സമുച്ചയം പണി പൂർത്തീകരിക്കണം. ബസ് സ്റ്റാൻഡ് നവീകരണം ഏറ്റെടുക്കണം. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ ഇതേ നിലയാണ് നിൽക്കുന്നത്. അത് പൊളിച്ചു പണിയണം. അതിനോട് ചേർന്ന് കിടക്കുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ സ്കൂള് പ്രവർത്തിച്ചിരുന്ന ഇടത്ത് ബഹുനിലകളിലായി ഒരു ആധുനിക ഹയർ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് വരും. പിന്നെ ചാത്തൻ മാഷിൻ്റെയും അച്യുതമേനോൻ്റെയും അനുസ്മരണാർത്ഥം ഒരു സമുച്ചയം ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ആധുനിക ഡിജിറ്റൽ ലൈബ്രറിയും ഒരു സാമൂഹ്യശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രവുമാണുള്ളത്. അത് നമുക്ക് പണി പൂർത്തീകരിക്കണം. ഇരിങ്ങാലക്കുടയിൽ കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. അതുകൊണ്ട് എല്ലാ യുവതി യുവാക്കൾക്കും തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതലായിട്ട്
പിന്തുണ നൽകണം, കൂടുതലായിട്ട് ആരംഭിക്കണം. അതിന് 2-3 സാധ്യതകളാണുള്ളത്. ഒന്ന്, IT മേഖലയിൽ ഒരു IT പാർക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിയണം, ഒരു വ്യവസായ പാർക്ക് ആരംഭിക്കാൻ കഴിയണം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കാർഷിക പ്രാധാന്യമുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് ഇരിങ്ങാലക്കുടയുടെ ലേബൽ നൽകിക്കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് വളരെ ഉചിതമായിരിക്കും. കുറേ പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കും. കാർഷിക വിഭവങ്ങൾക്ക് വിപണി കണ്ടെത്താനും വളരെ സഹായകരമായിരിക്കും. എന്തായാലും ഒരുപാട് സ്വപ്നങ്ങളാണ് ടീച്ചർക്ക് ഇനിയും ഇരിങ്ങാലക്കുടയെക്കുറിച്ചുള്ളത്. ടീച്ചറുടെ ആ മോഹങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും നല്ല പുതിയ ഒരു ഇരിങ്ങാലക്കുട നമുക്ക് ഉണ്ടാവട്ടെ. എന്തായാലും ഈ തിരക്കിടക്കിൽ അല്പനേരം നമ്മോടൊപ്പം ചെലവഴിച്ച ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നും ലഭിച്ച വോട്ടിലാണ് BJPയുടെ പ്രതീക്ഷ. SNDP യോഗം ഇരിങ്ങാലക്കുട യൂണിയൻ ചെയർമാൻ സന്തോഷ് ചിറാക്കുളത്തെയാണ് ഇക്കുറിയും NDA രംഗത്തിറക്കിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കായി മുൻ DGP ജേക്കബ് തോമസാണ് മത്സരിച്ചത്. 4329 വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ പാർലമെൻറ്റിൽ സുരേഷ് ഗോപിക്ക് 59,515 വോട്ട് ലഭിച്ചത് സന്തോഷ് ചിറാക്കുളത്തിന് പ്രതീക്ഷയേറ്റുന്നു. ഇരിങ്ങാലക്കുടയുടെ NDA സ്ഥാനാർത്ഥി ശ്രീ സന്തോഷ് ചിറാക്കുളം, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം. സന്തോഷേട്ടാ, കഴിഞ്ഞ തവണ നമ്മൾ പിരിയുമ്പോൾ അങ്ങ് കൊടുങ്ങല്ലൂരിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത് 2ാം വട്ടമാണ് ഇരിങ്ങാലക്കുടയിൽ ജനവിധി വരുന്നത്. എന്താണ് ഇത്തവണത്തെ ആത്മവിശ്വാസം 2ാം വട്ടം വരുമ്പോൾ? ഇരിങ്ങാലക്കുടയിൽ 2016 മത്സരിച്ചപ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടത്ര സജ്ജീകരണങ്ങൾ, NDAക്ക് വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2021 ജേക്കബ് തോമസ് മത്സരിച്ചു. അതിനുശേഷം ഇപ്പോൾ 2026 വീണ്ടും NDAയുടെ സീറ്റ് എനിക്ക് കിട്ടി. ഇന്ന് NDA വളരെ വലുതായി. 2020യും BDJSും അതുപോലെ ഉള്ള ഒരു ടീമാണ് ഇപ്പോൾ NDAയിലുള്ളത്. ഇരിങ്ങാലക്കുടയിൽ വളരെ വേരോട്ടമുള്ള ഒരു സംഭവമായി NDA മാറി. ഈ പ്രാവശ്യം ഇവിടെ താമര വിരിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഇടതു കോട്ടയാണ് എന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിലും സുരേഷ് ഗോപി വലിയൊരു മാർജിനിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും വോട്ട് നേടിയിരുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 59,000 ചില്ലാൻ വോട്ട് പിടിച്ചു. അത് താമര അടയാളത്തിൽ തന്നെയാണ് വോട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം NDAക്ക് താമരയിൽ തന്നെ മത്സരിക്കുമ്പോൾ ഏകദേശം അത്രയ്ക്ക് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന വികസന കാര്യങ്ങൾ? ഇരിങ്ങാലക്കുടയിൽ LDF ആയാലും UDF ആയാലും മാറി മാറി ഭരിച്ചതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ റോഡുകൾ ഇപ്പോൾ 90 കൊല്ലമായി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി രൂപീകൃതമായിട്ട് വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ UDF കൂടുതൽ കാലം ഭരിച്ചു, LDF ഭരിക്കുകയുണ്ടായി. പക്ഷേ ഇരിങ്ങാലക്കുട വികസനം എന്ന് ഇരിങ്ങാലക്കുട ഉണ്ടായോ അതിന് വലിയ വ്യത്യാസമൊന്നും ഇരിങ്ങാലക്കുടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇവിടെ UDFൻ്റെ ഭരണം ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ബൈപ്പാസ് റോഡ് രാജകീയ വീതിയാക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ 100 ദിവസം പിന്നിട്ടിട്ടും ഒരു കുഴി പോലും അടയ്ക്കാൻ അത് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ LDFൽ വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുടിവെള്ളം കിട്ടുന്നില്ല, കർഷകർക്ക് വേണ്ടത്ര സൗകര്യമില്ല, വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഇവിടെ നടക്കുന്നില്ല, വിദ്യാഭ്യാസപരമായി ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇനി NDA വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ കേരളം കടത്തിൽ നിന്നും കടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സംഭവമായി മാറി. അതിന് ഇനിയൊരു മാറ്റം വരുത്തണമെങ്കിൽ NDA ഭരണം ഇരിങ്ങാലക്കുടയിൽ വരണം. എന്നാൽ മാത്രമേ കേന്ദ്ര ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞില്ലേ അത് തന്നെ ഇവിടെ നടപ്പാക്കിയാൽ മാത്രമേ ഇനി കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കൂ.
ഈ ഇരിങ്ങാലക്കുടയ്ക്ക് NDA ഭരണം കിട്ടുകയാണെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രാഥമികമായി? ഇരിങ്ങാലക്കുടയിൽ 5 കാര്യങ്ങളാണ് ഒരു നിയോജകമണ്ഡലം രക്ഷപ്പെടണമെങ്കിൽ ആവശ്യമുള്ളത്. കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, പിന്നെ തൊഴിൽ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. ഈ 5 കാര്യങ്ങൾ സമ്പൂർണ്ണമായിട്ടും ഇവിടെ നടപ്പിലാക്കിയാൽ മാത്രമേ ജനങ്ങളിലേക്ക് ഇത് ഒരു ഉന്നത ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ വീടുകളിൽ മറ്റേ വൃദ്ധരായ ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത്. ബാക്കി കുട്ടികളൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ അവർ വിദേശത്ത് ഇപ്പോൾ പഠിക്കാൻ പോയേക്കാണ്. അവിടെ ചെറിയ തൊഴിലും ചെയ്ത് അതോട് ജീവിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഒരു പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്? കാരണം ഉന്നത വിദ്യാഭ്യാസം കൊടുത്താൽ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ തൊഴിലുണ്ടായാൽ അവർ വിദേശത്തേക്ക് പോയില്ല, ഇവിടെ നിൽക്കില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ കുഴപ്പം. സന്തോഷേട്ടൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഞങ്ങളിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾ അവരോട് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒരു ഹബ്ബായി മാറുമെന്നും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൊഴിലുകളും ഇവിടെ തന്നെ സാധ്യമാകും എന്നുമാണ്. അതിനെങ്ങനെ കാണുന്നു? അത് അവർ പറഞ്ഞതുപോലെ സത്യമുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ നാട്ടിൽ നിന്ന് പോകുന്നു എന്നാണ് സന്തോഷേട്ടൻ ആരോപിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ 10 കൊല്ലമായില്ലേ ഇവിടെ LDF ഭരിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ട് ഇത്ര നാളായിട്ടും 10 കൊല്ലം പോരെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു നിയോജകമണ്ഡലം നന്നാകാൻ? എനിക്കതിന് മറുപടി പറയാനുള്ള അവർക്ക് ഇനി സാധിക്കില്ല. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തൊക്കെയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ കാർഷിക വ്യാവസായിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു? കാരണം ഒരുപാട് കാർഷിക മേഖല വെല്ലുവിളി നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് പടിയൂർ ഭാഗത്തൊക്കെ, മുരിയാട് ഭാഗത്തൊക്കെ. ഇവിടെ NDA ഭരണത്തിൽ വന്നാൽ ഇപ്പോൾ മുരിയാട് മേഖല ഭരണത്തിലില്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിലും മുരിയാട് മേഖലയെ ഒരു കാർഷിക മേഖലയാക്കി കെട്ടിപ്പടുക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവിടെ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും കമ്മീഷൻ വന്ന് അവിടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് വിദഗ്ധ സമിതി കേന്ദ്രത്തിൽ നിന്ന് വരികയുണ്ടായി. അത് പഠിച്ച് അവിടേക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അതിപ്പോൾ ഭരണം കിട്ടിയാലും ഭരണം കിട്ടിയില്ലെങ്കിലും കേന്ദ്രം NDA ഭരിക്കുന്നത് കൊണ്ട് അത് ഞങ്ങൾ ചെയ്യും. ഇത്തവണ എത്ര വോട്ടുകൾ പ്രതീക്ഷിക്കാം? കേരളത്തിൽ എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കാം? നമ്മൾ കേരളത്തിൽ ഏകദേശം 20 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പോകുന്നത് കൊണ്ട് ഇടതിനും വലതിനും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ NDAക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഔട്ട് ഓഫ് സിലബസ് എന്ന് തന്നെ പറയാവുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പോൾ BJP ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധികം സീറ്റുകൾ കൈയാളിയിരുന്നത് A+ മണ്ഡലങ്ങളിൽ കൂടി. പക്ഷെ അതെല്ലാം ഇത്തവണ മറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. അതിൽ പാർട്ടി അംഗങ്ങൾക്ക് തന്നെ വലിയ വിയോജിപ്പുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്ക്? NDA മുന്നണി വളരണമെങ്കിൽ നമ്മൾ മറ്റു ഘടകകക്ഷികളെ സ്വാധീനിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം. LDFയിലും UDFയിലും ഘടകകക്ഷികളിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ അവരെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ 2020 BDJSലും എല്ലാവർക്കും വേണ്ട എന്തെല്ലാം സൗകര്യങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് അത് BJPക്ക് കൊടുക്കും. അതിൽ BJPയിൽ യാതൊരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ രാജിവെപ്പോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ UDFൽ നിങ്ങൾക്കറിയാം ഭയങ്കര പൊട്ടിത്തെറിയും രാജിവെക്കലും മത്സരിക്കാൻ പോക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. NDAയിൽ അങ്ങനെ സംഭവമില്ല, ഒരു പൊട്ടിത്തെറി ഒന്നും സംഭവമില്ല. സീറ്റ് കിട്ടിയില്ലേ അവർ മാന്യമായിട്ട് നേതൃത്വം പറയുന്നത് കേട്ട് NDAയിൽ കൂടെ വർക്ക് ചെയ്ത് അവർ ഒതുങ്ങി നിന്നുകൊണ്ട് വർക്ക് ചെയ്ത് വിജയിപ്പിക്കുന്ന രീതിയാണ് NDAയിൽ കാണുന്നത്. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ശ്രീ സന്തോഷ് ചിറാകുളം. കഴിഞ്ഞ 2 വട്ടവും ഇരിങ്ങാലക്കുടയെ ജനവിധി തേടിയ വ്യക്തി കൂടിയാണ്. സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിലെല്ലാം നിറസാന്നിധ്യവുമാണ് അദ്ദേഹം. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഇരിങ്ങാലക്കുട നഗരസഭ കാട്ടൂർ, കാറളം, പടിയൂർ, പൂമംഗലം, മുരിയാട്, വേളൂക്കര, ആളൂർ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ് ഇരിങ്ങാലക്കുട മണ്ഡലം.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നഗരസഭയും ആളൂർ പഞ്ചായത്തും UDF ലഭിച്ചു. കാട്ടൂർ, കാറളം, പടിയൂർ, പൂമംഗലം, മുരിയാട്, വേലൂക്കര എന്നീ പഞ്ചായത്തുകൾ ഇടതുപക്ഷം ഭരിക്കുന്നു. അപ്പോൾ ആര് നിവർത്തും ഇരിങ്ങാലക്കുടയിൽ വിജയക്കുട? വികസനം മാത്രമാണ് മുന്നണികളുടെ വാഗ്ദാനം. ആര് മുന്നോട്ട് വയ്ക്കുന്ന വികസന മാർഗരേഖയിലാണ് ജനം വിശ്വസിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കണം. അതോ വികസന രേഖയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും വോട്ട് കേന്ദ്രീകൃതമാകുമോ? എനിക്ക് പിന്നിൽ കാണുന്നതാണ് കൊമ്പിടിഞ്ഞാമാക്കൽ ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ്റെ റോഡിൻ്റെ വീതി കൂട്ടിയുള്ള വികസനത്തിനാണ് ബഡ്ജറ്റിൽ പണം നീക്കിവച്ചതായി ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞത്. UDF, LDF, NDA സ്ഥാനാർത്ഥികൾക്ക് ഇരിങ്ങാലക്കുടയുടെ വികസനത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അനുഭവ സമ്പത്തുള്ള ആളുകൾ തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും. ഈ പൊള്ളുന്ന വെയിലിൽ, ഈ രാഷ്ട്രീയ പോരാട്ട ചൂടിൽ ആർക്കൊപ്പമാണ് ഇരിങ്ങാലക്കുടയുടെ ജനമനസ്സ് എന്ന് ഇനി കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. മറ്റൊരു നിയോജകമണ്ഡലത്തിൻ്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.